दूरियां, मैं यहाँ हूँ, यहाँ हूँ, यहाँ हूँ, यहाँ। जानम देख लो मिट गई दूरियां, मैं यहाँ हूँ, यहाँ हूँ, यहाँ हूँ, यहाँ। कैसी सरहदें, कैसी मजबूरियां, मैं यहाँ हूँ, यहाँ हूँ, यहाँ हूँ, यहाँ। മനോഹരമായ പ്രഭാതം, ശാന്തമായ മനസ്സ്. ഹരിയേട്ടൻ്റെ നേതൃത്വത്തിൽ നടക്കുന്ന ഈ പുണ്യകർമ്മത്തിൽ ഞാനിവിടെ വന്നു നിൽക്കുന്നത് എൻ്റെ എളിയ തോതിൽ പങ്കാളിത്തം വഹിക്കാനാണ്. ജീവിതത്തെ മുന്നോട്ട് കൊണ്ടുപോകുന്നതിന് ഇത്തരം ശുഭകർമ്മങ്ങൾ നമുക്ക് അനിവാര്യമാണ്. കലുഷമായ ഈ കാലത്ത്, വൈരവിരോധങ്ങൾ അരങ്ങ് തകർക്കുന്ന ഈ ലോകത്ത് ഇതുപോലൊരു സദസ്സിൻ്റെ ഭാഗമാകാൻ സാധിക്കുന്നത് പോലും സൗഭാഗ്യമാണ്. നമ്മുടെ ഒരു സ്നേഹമൂർത്തിയുടെ ചുറ്റുവട്ടത്താണ് ഹരിയേട്ടൻ എഴുതിയ ഒരു പുസ്തകത്തിലുള്ള പല പരാമർശങ്ങളും എന്നെ പിടിച്ചുലക്കുന്ന പലതും അതിലുണ്ട്. ഞാനിന്ന് രാവിലെ ഹരിയേട്ടനെ കണ്ട് സംസാരിച്ചിരിക്കുമ്പോൾ ഞാൻ അദ്ദേഹത്തോട് പറഞ്ഞു, എനിക്ക് ഏറ്റവും മനസ്സിനെ വളരെ സ്പർശിക്കുന്ന ഒരു നേരം, ഒരു സന്ദർഭം മാനത്തേക്ക് ചൂണ്ടിയിട്ട് ഞാൻ പറഞ്ഞു, അങ്ങോട്ട് നോക്കൂ, മഴ പെയ്യാൻ പോകണം. കാർമേഘങ്ങൾ ഇങ്ങനെ നിറഞ്ഞു നിൽക്കുകയാണ്. മഴ പെയ്യാൻ പോകുന്നതിന് മുമ്പുള്ള നേരം എന്നെ വളരെ ആവേശം കൊള്ളിക്കുന്നൊരു ഘട്ടമാണ്, സന്ദർഭമാണെന്ന് ഞാൻ അദ്ദേഹത്തോട് പറഞ്ഞു. ഈ പുസ്തകം എടുത്ത് നോക്കിയപ്പോൾ അതിൽ മഴ പെയ്യാൻ പോണ നേരത്തെ ഹരിയേട്ടൻ്റെ അച്ഛൻ വീട്ടിൽ നിന്ന് ഇറങ്ങിപ്പോകുന്ന ഒരു രംഗം വിവരിക്കുന്നുണ്ട്. മഴ പെയ്യാൻ പോണ നേരം, പുരികത്തിന് മീതെ കുറി തൊട്ട് അച്ഛൻ വീട്ടിൽ നിന്ന് കുടയെടുത്ത് ഇറങ്ങുന്ന നേരം. ഇതൊക്കെ ശില്പങ്ങളാണ്, വാങ്മയ ശില്പങ്ങളാണ്, മനസ്സിലിങ്ങനെ നിൽക്കും. അദ്ദേഹത്തിൻ്റെ പുസ്തകത്തിൻ്റെ ഏറ്റവും പ്രത്യേകത തന്നെ അതാണ്. ഹരികുമാർ ജീവകാരുണ്യ പ്രവർത്തനങ്ങൾക്ക് അതിൻ്റെ മധ്യത്തിൽ നിൽക്കാൻ, കാരുണ്യമായിട്ട് ഇളങ്കാറ്റ് പോലെ വീശാൻ. നമുക്ക് കുളിർകാറ്റ് വരുമ്പോൾ ഒരു സുഖമുണ്ടാവും. ഒരു ഹിന്ദി ഗസൽ ഞാൻ ഓർത്തു വേണം. ജബ് ചലി സർദ് ഹവാ मैंने तुझे याद किया, जब चली सर्द हवा मैंने तुझे याद किया. തണുത്ത കാറ്റ് വന്നപ്പോൾ ഞാൻ നിന്നെ ഓർത്തു. മന്ദമാരുതന് മനുഷ്യനെ പ്രചോദിപ്പിക്കാനുള്ളൊരു കഴിവുണ്ട്. ഹരിയേട്ടൻ എന്ന ആ മാരുതൻ എന്നെന്നും ഐശ്വര്യത്തോടെ അടിച്ചു വീശാൻ ദൈവാനുഗ്രഹം ഉണ്ടാകട്ടെ. മണ്ണിനെ മറക്കുന്നവൻ തന്നെ തന്നെയാണ് മറക്കുന്നത് എന്ന് അച്ഛൻ പറയാറുണ്ടായിരുന്നു എന്ന് ഈ പുസ്തകത്തിൽ എഴുതിയിട്ടുണ്ട്. അതിന് മുമ്പിൽ ഞാനൊരു മൗനപ്രാർത്ഥന. ഈ വീട് ഇവർക്ക് കൊടുക്കുമ്പോൾ അമ്പലപ്പുഴ ഗ്രാമപ്രദേശത്തിൽ ഇന്ന് നടക്കുന്ന ഈ മഹത്തായ കാരുണ്യ പ്രവർത്തനങ്ങൾ സമൂഹത്തിന് ആവശ്യമായിട്ടുള്ള സിദ്ധൌഷധം പ്രദാനം ചെയ്യുന്ന വലിയൊരു വൈദ്യൻ്റെ പ്രവർത്തനങ്ങളായിട്ട്, ഒരു കാരുണ്യ സ്പർശമായിട്ട് മാത്രമേ കാണാൻ കഴിയുള്ളൂ. ഒരു അച്ഛൻ നിറഞ്ഞു നിൽക്കുന്നുണ്ട് ഇവിടെ. അതാണിപ്പോൾ അമ്മ ശശികലമ്മയുടെ മുമ്പിൽ വീടായിട്ട് വന്നിട്ടുള്ളത്. ഒരു കവിത ഓർത്തുകൊണ്ട്, ആ കവിത ശശികലമ്മക്കുള്ളതാണ്. കിസി മെഹറുബാൻ ने आके मेरी जिंदगी सजा दी, किसी मेहरुबान ने आके मेरी जिंदगी सजा दी. मेरे दिल की धड़कनों में, मेरे दिल की धड़कनों में नई आरज़ू जगा दी, किसी मेहरुबान ने आके मेरी जिंदगी सजा दी. ഏതോ ഒരു കാരുണ്യവാൻ വന്ന് എൻ്റെ ജീവിതത്തെ അലങ്കരിച്ചു. മേരെ ദിൽ കി ധഡ്കനോ മേ, എൻ്റെ ഹൃദയത്തിൻ്റെ സ്പന്ദനങ്ങൾ, മേരെ ദിൽ കി ധഡ്കനോ മേ നൈ ആർസൂ ജഗാ ദീ, എൻ്റെ ഹൃസ്പന്ദനങ്ങളിൽ പുതിയ അഭിനിവേശം.
भी मैं अब तुम्हारे ख्यालों में हूँ, मैं जवाबों में हूँ, मैं सवालों में हूँ। मैं तुम्हारे हर एक ख्वाब में हूँ बसा, मैं तुम्हारी नजर के उजालों में हूँ। देखती हो मुझे, देखती हो जहाँ, मैं यहाँ हूँ, यहाँ हूँ, यहाँ हूँ, यहाँ। जानम देख लो मिट गई दूरियां, मैं यहाँ हूँ, यहाँ हूँ, यहाँ हूँ, यहाँ। कैसी सरहदें, कैसी मजबूरियां, मैं यहाँ हूँ, यहाँ